നമ്മുടെ ജീവിതത്തിൽ നിത്യേന യൂസ് ചെയ്യുന്ന പല ഫുഡ് പ്രൊഡക്ട്സിൻ്റെയും പാക്കേജിങ്ങിൽ, മെയിൻലി പ്രോസസ്ഡ് ഫുഡ്സിൻ്റെ പാക്കേജിങ്ങിൽ ന്യൂട്രീഷൻ ലേബലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഒരുവിധ എല്ലാ പ്രോഡക്ട്സിൻ്റെ പാക്കേജിങ്ങിൽ ഇത് കാണും, ന്യൂട്രീഷണൽ ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട്. സംഭവം പറയുന്നതല്ല, അതിൽ ഈ പറയുന്ന ഭക്ഷണ സാധനങ്ങളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഉള്ളതിനെക്കുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ. ഇത് ശരിക്കും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ തരത്തിലെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്, അതിലെത്രമാത്രം പ്രോട്ടീൻസ്, ഷുഗേഴ്സ്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് അറിയാനുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷനാണ്. 1994 ശേഷമാണ് ഇത് കോമൺ ആയിട്ട് ഒരു നിയമമായിട്ട് വരുന്നതൊക്കെ. അതിനു മുമ്പേ പല ഫുഡ് എന്താ പറയുക, മാനുഫാക്ചറിങ് കമ്പനികളും അല്ലെങ്കിൽ FMCG കമ്പനികളും ഇതൊന്നും ഇല്ലാണ്ട് അവർക്ക് തോന്നിയ പോലെ ഒരു റെഗുലേഷൻസും ഇല്ലാണ്ടാണ് അതിൽ പല കാര്യങ്ങളും ചേർത്തില്ല. അതിൽ മായങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം ഒരു 94 അതിനുള്ളൊരു നിയമം വന്നതിന് ശേഷമാണ് ഇത് വളരെ എന്താ പറയുക മാൻഡേറ്ററി ആയതും പിന്നെ അത് അങ്ങോട്ട് കമ്പനികൾക്ക് ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുള്ളതും. എന്തിൽ പോലും നമുക്ക് കുറച്ചൊക്കെ ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടാൻ പറ്റുമെങ്കിൽ പോലും അതിലും മാനിപ്പുലേഷൻസ് നടക്കേണ്ട ആൾക്കാർ അതിലും പല കമ്പനികളിലും വലിയ വലിയ കമ്പനികളും ചൂഷണം ചെയ്യുന്നുണ്ട്. കാരണം അവർ ശരിക്കും ആഡ് ചെയ്യുന്ന പല എന്താ പറയുക ഹാനികരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അതിൻ്റേതായ പേരിൽ യൂസ് ചെയ്യില്ല. അവർ ചിലപ്പോൾ ചില രാസനാമങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. സോ എല്ലാവർക്കൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട്. നമുക്ക് വിരൽത്തുമ്പിൽ ഇൻഫർമേഷൻ കിട്ടും. ജസ്റ്റ് അതിൽ കാണുന്ന ചില സ്ട്രേഞ്ച് ആയിട്ടുള്ള നെയിംസൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള എന്താണ് എങ്ങനെയാണുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ മായങ്ങൾ ചേർക്കുന്നതെന്നുള്ളതിൻ്റെ മെയിൻ കാരണം വേറൊന്നുമല്ല, ഈ പറയുന്ന ഫുഡ് പാക്കേജിങ് കമ്പനികൾ, അതായത് അവരുടെ പ്രൊഡക്ട്സ് കൂടുതൽ കാലം ഷെൽഫ് ലൈഫ്, കൂടുതൽ കാലം കേടുകൂടാണ്ട് വരാൻ സൂക്ഷിക്കാനും അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറേ കാലം എക്സ്പയർഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ്. അത് നമ്മുടെ ശരീരത്തിന് അത് പ്രശ്നങ്ങളാണ്. അപ്പം ഭക്ഷണ സാധനം മേടിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും നോക്കിയിട്ടല്ല കഴിക്കുക. അപ്പം ഈ പറയുന്ന പാക്കേജ്ഡ് ഫുഡ്സും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളും നമ്മൾ ഒഴിവാക്കിയിട്ട് ശരിക്കും നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങളെ ആശ്രയിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ നല്ലത്.